നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നിഫ്റ്റിയുടെ. അതിനുശേഷം നമ്മൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ പോയി നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് നടത്തും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം മാർക്കറ്റ് ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 18,534 എന്ന പോയിന്റിലാണ്. അപ്പോൾ നമുക്ക് മന്ത്ലിയിൽ ഈ ഓരോ ക്യാൻഡിൽസും ഓരോ മന്തിലെ പ്രൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിൽ നമ്മുടെ ജൂൺ മാസത്തെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ജസ്റ്റ് ജൂൺ മാസത്തെ മന്ത്ലി ക്യാൻഡിൽ ജസ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അധികം ഡയറക്ഷൻ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിൽ തന്നെയാണ് ഏകദേശം ട്രേഡ് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ 2 വീക്കിലത്തെ മന്ത്ലി ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസാണ്. അപ്പോൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ മന്ത്ലിയിൽ നോക്കുമ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന 2 റെസിസ്റ്റൻസ് റീജിയൻസ് ആണ്. ഒന്ന്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് തൊട്ട് മുകളിൽ തന്നെ ഇവിടെ ഇങ്ങനൊരു ഹൈ ഉണ്ട്. അത് 18,600 സംതിങ് എന്ന റീജിയൻ ക്ലിയർ ആയിട്ടൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 2021 ടൈമിൽ. അതുപോലെ തന്നെ 2022 ടൈമിൽ 18,900 എന്ന റീജിയണും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ കുറേ ആഴ്ചകളായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനിലും മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്തേട്ടൊക്കെ ഒന്ന് വന്നേക്കാം. അതിനുശേഷം വീണ്ടും അപ്സൈഡ് മൂമെൻറ്റം തരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ചാർട്ടിൽ കഴിഞ്ഞ വീക്കിലും ഉണ്ടായ ആ ഒരു ബിയറിഷ് ക്യാൻഡിൽ, അതൊരു ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. വീക്കിലി ക്യാൻഡിൽ ഒരു ചെറിയൊരു ബിയറിഷ് ക്യാൻഡിലാണ്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ആദ്യം തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി, അതിനുശേഷം ആ ഒരു റീജിയനിൽ കുറേ ടൈം ട്രേഡ് ചെയ്തു, അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു. അപ്പം ഇതുവരെ വലിയൊരു ബിയറിഷ്നെസ് ഒന്നും മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ നമുക്ക് ക്ലോസിങ് തരുന്നിടം വരെ, വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് തരുന്നിടം വരെ നമ്മൾ ക്ലിയർ ആയിട്ട് ബുള്ളിഷ്നെസ്സിൽ തന്നെയാണ്. ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ക്ലിയർ ആയിട്ട് വീക്കിലി ക്ലോസിങ് തരുന്നിടം വരെ നമ്മൾ ക്ലിയർ ആയിട്ട് ബുള്ളിഷ് മൂഡിൽ തന്നെയാണ് മാർക്കറ്റ്. ഒരുപക്ഷെ ഇങ്ങനെ വന്നൊരു ചെറിയ രീതിയിൽ ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു താഴോട്ട് വരുവാണെങ്കിൽ അടുത്ത നമ്മുടെ ഒരു ലെവലാണ് 18,200 എന്ന റീജിയൻ. 18,200 എന്ന റീജിയൻ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവലിൽ നല്ല രീതിയിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത റീജിയനാണ്. അതുകൊണ്ട് 18,200 സംതിങ് ആ ഒരു റീജിയന് താഴെ നമുക്ക്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനും ഒപ്പം തന്നെ ഈ ഒരു സപ്പോർട്ടിനും താഴെ ഒരു ബ്രേക്ക് ഡൗൺ തന്ന് ക്ലോസിങ് വരുവാണെങ്കിൽ കുറച്ച് നമ്മൾ ബിയറിഷ് മൂഡിലേക്ക് പോയി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു താഴത്തെ ലെവൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18,000 എന്ന റീജിയൻ പലതവണ റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ്. അപ്പം ഈ ഒരു 18,000 എന്ന റീജിയന് താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഇങ്ങനെ മാർക്കറ്റ് താഴോട്ട് വന്ന് ഇങ്ങനെ ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം മാർക്കറ്റ് ഒരുപക്ഷെ ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരുപക്ഷെ ഇനിയും താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ക്ലിയർ ആയിട്ടൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് റെസിസ്റ്റൻസ് തൊട്ടടുത്ത് തന്നെയുണ്ട്. 18,600 650 എന്ന ലെവല് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് റീജിയനാണ്. അത് ബ്രേക്കൗട്ട് തന്ന് അതിന് മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് കിട്ടും 18,900, അതായത് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ. ഈ ഒരു 2 ലെവൽസാണ് മുകളിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ഈ ഒരു വീക്കിലിയിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ റെഡ് ആയി ഫോം ചെയ്തു, ആയിട്ട് ഗ്രീൻ ഫോം ചെയ്തു, പിന്നെ റെഡ് ഫോം ചെയ്തു, പിന്നെ ഗ്രീൻ ഫോം ചെയ്തു, റെഡ് ഫോം ചെയ്തു, ഗ്രീൻ ഫോം ചെയ്തു, റെഡ് ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഓരോന്ന് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഓരോ കളർ മാറി ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അടുത്ത വീക്കിലെ ക്യാൻഡിൽ ഗ്രീൻ ആകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു നോർമലായിട്ടുള്ള നിഫ്റ്റിയുടെ അനാലിസിസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും
അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലും, കുറച്ച് എമൗണ്ട് ഗോൾഡിലും, കുറച്ച് എമൗണ്ട് സ്റ്റോക്സിലും, പിന്നെ കുറച്ച് ടൈമൊക്കെ ഉള്ളവനാണെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലേക്കും സ്വിംഗ് ട്രേഡിങ്ങിലേക്കൊക്കെ പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ്ങിലേക്കും സ്വിംഗ് ട്രേഡിങ്ങിലേക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്ത് ലൈവായിട്ട് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിച്ച് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ, തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻ പഠിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് മുമ്പോട്ടും പോകാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.